2009 ഞാൻ ആദ്യമായിട്ട് കുതിരേനെ മേടിക്കുന്നത്. 2009 കുതിരേനെ വാങ്ങി കുറച്ച് കാലം കയ്യിലുണ്ടായിരുന്നു. അതിനകത്ത് റൈഡിങ്ങും കുതിരയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനകത്താണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് കുതിരകൾ ഇങ്ങനെ മാറി വന്നു. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട്, ഇത് 2024 15 വർഷക്കാലമായിട്ട് ഇപ്പോൾ കയ്യിൽ കുതിരയുണ്ട്. ഈ കുതിരേനെ വാങ്ങിയത് ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. ഇതിന് വാങ്ങുന്ന സമയത്ത് 11 മാസമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത് 4.5 വയസ്സ് പ്രായമുണ്ട്. പിന്നെ 5 മാസം പ്രഗ്നൻ്റ് ആണ്. പിന്നെയുള്ളത് കറുത്ത കുതിര. കറുത്ത കുതിരേൻ്റെ പേര് വൈഗ എന്നാണ്. ഇതിൻ്റെ പേര് രുദ്ര എന്നാണ്. വൈഗാനെ ഇപ്പോൾ 2 വയസ്സായിട്ടില്ല. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും 2 വയസ്സാവും. പിന്നെ അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ്. മാർവാരി ഇനത്തിൽപ്പെട്ട കുതിരയാണ് ഈ ബ്ലാക്ക് കുതിര വൈഗ. ഇത് മാർവാരിയിൽ പിന്നെ നൊക്ര ക്രോസ് ആയിട്ട് വന്ന കുതിരയാണ്. സാധാരണ പുല്ല് കൊടുക്കും. പിന്നെ ഇവിടെ നട്ട് വളർത്തിയിൽ തീറ്റ പുല്ലുകൾ. പണ്ട് എനിക്ക് പശു ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നട്ട പുല്ലുകളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്, അത് കൊടുക്കും. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ വേനൽക്കാലത്ത് കുറച്ച് ടൈറ്റ് വരുന്ന സമയത്ത് ചോളം, ഇപ്പോൾ കർണാടകത്തിൽ നിന്നൊക്കെ ചോളം വരുന്നുണ്ട്, അത് വാങ്ങിയിട്ട് അത് കൊടുക്കും. പിന്നെ ഗോതമ്പിൻ്റെ തവിട്, പിന്നെ ഇത് സോയേൻ്റെ തവിട്, ചോളത്തവിട്, പിന്നെ അവിൽത്തവിട്, പിന്നെ കാൽസ്യത്തിൻ്റെ ടോണിക്കുകൾ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. നല്ല രീതിയിൽ വലിയ കുതിരേനെയൊക്കെ പരിചരിക്കാനാണെങ്കിൽ ഒരു 350 രൂപയൊക്കെ ഒരു ദിവസം ചിലവ് വരും. ചികിത്സ കാര്യമായിട്ട് അങ്ങനെ വരില്ല. കുതിരയ്ക്ക് പ്രധാനമായിട്ട് വരുന്നത് ഈ വയറ് വേദനയായിട്ട് ഇത് കോളിക് എന്ന് പറഞ്ഞൊരു ഇതാണ്. അത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല കൃത്യമായ ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല. പുതിയ ആളുകളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഭക്ഷണം മാറ്റി കൊടുക്കുമ്പോഴും സമയം തെറ്റി കൊടുക്കുമ്പോഴൊക്കെ ഈ കോളിക്ക് വരാമെന്നുള്ളതാണ്. പണ്ടത്തെ സമയത്തൊക്കെ ഞാൻ പിന്നെ ഇതിനൊക്കെ പോകുമായിരുന്നു. പിന്നെ ഘോഷയാത്രകൾ, പിന്നെ പഴശ്ശിരാജാവിൻ്റെ സ്മൃതി ദിനത്തിൽ എല്ലാ വർഷവും ഒരു 10 വർഷത്തിലധികം ഞാൻ പിന്നെ പഴശ്ശിരാജാവിൻ്റെ വേഷം ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ട്. കുതിരപ്പുറത്ത് വാളൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു പഴശ്ശിരാജാവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് കൊമേഴ്സ്യലായിട്ട് ചോദിച്ചാൽ ഇവിടെ എനിക്ക് കളരി പഠിക്കാൻ വരുന്ന ആളുകളെല്ലാം ഇതിനകത്ത് ചെറിയൊരു റൈഡിങ്, പിന്നെ പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് പലർക്ക് റൈഡിംഗ് ഒക്കെ അറിയാം. അപ്പോൾ അവർ തന്നെ ഇതിനെ കൊണ്ടു നടന്ന് ഇങ്ങനെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കുളിപ്പിച്ച് ബ്രഷ് ചെയ്ത് അവർ തന്നെ റൈഡ് ചെയ്യും ചില സമയങ്ങളിലൊക്കെ. ആദ്യ കുതിരയുള്ള സമയത്ത് ഞാൻ ഉത്സവത്തിന്, പള്ളി പെരുന്നാളുകൾ ഇതിനെല്ലാം പോകുമായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത 2 സംഭവങ്ങളുള്ളത്. ഒന്ന്, ഞാൻ സെൻറ്റ് ജോർജിൻ്റെ വേഷത്തിൽ ഇവിടെ കേളകം പള്ളിയിൽ ഒരിക്കലും സെൻറ്റ് ജോർജിൻ്റെ അതേ വേഷം, പിന്നെ പട്ടാളക്കാരൻ്റെ ആ തൊപ്പിയും ഇതൊക്കെ ഇട്ട് വീട്ടൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഒരു 10-85 വയസ്സുള്ളൊരു അമ്മച്ചി വന്നിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ തൊഴുതു നിന്നുള്ളതാണ്. തമിഴ്നാട്ടിലുള്ള കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വീസ്റ്റഡ് ഫാമിൽ പോയിട്ട് അവിടെ വിഷ്ണു എന്ന് പറഞ്ഞൊരു കുതിരയുണ്ട്. 68 ഇഞ്ച് ഹൈറ്റാണ്, ഇതിന് 65 ഇഞ്ചാണ്. അപ്പോൾ ഇതിന് പറ്റിയൊരു കുതിരയാണത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നത്. ജൂലൈയിലാണ് നമ്മൾ ഇതിൻ്റെ പ്രസവം പ്രതീക്ഷിക്കുന്നത്. ജൂലൈയിൽ നല്ല ഒരു അടിപൊളി കുട്ടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.